ബൈപ്പാസിൻ്റെ നിർമ്മാണ പുരോഗതി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശോധിക്കുകയായിരുന്നു. നല്ല വേഗതയിൽ ഇതിൻ്റെ പണി നടക്കുകയാണ്. 4 ലൈനാണ്, വളരെ മനോഹരമാണ്. ഇത് പണി തീർന്ന് സിവിൽ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് ജംഗ്ഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് പാലായിലെ ട്രാഫിക്കിൻ്റെ തടസ്സം വളരെയേറെ നമുക്ക് ലഘൂകരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇതിനെ തുടർന്ന് കോട്ട വഴി പാലൽ ഹൈവേ അങ്ങോട്ട് പാലാകോട റോഡിലേക്ക് തുറക്കുക. അത് കഴിഞ്ഞ് പുലിയന്നൂർ ജംഗ്ഷനിലേക്ക് മരിയൻ ഹോസ്പിറ്റൽ പുലിയന്നൂർ ജംഗ്ഷനിലേക്ക് അത് തുടർന്ന് 4 ലൈൻ പൂർത്തിയാക്കുക. ഇതോടുകൂടി ഇതൊക്കെ സ്വല്പസമയം എടുക്കും എന്നുള്ളത് ഇവിടെ ഘട്ടമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണത്തോടു കൂടി നമ്മുടെ പാലായിലെ ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് രംഗത്തുണ്ടായിരിക്കുന്ന ഗതാഗത തടസ്സങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാം എന്ന് മാത്രമല്ല, പാലായുടെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് ഇതിനെ ഞാൻ കാണുക. ഇത് വികസിക്കുന്നതോടെ പാലായിക്ക് ഒരു പുതിയ മുഖമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എത്രയും വേഗം നമുക്കത് എല്ലാവരും സഹകരിക്കണം. സ്ഥലവാസികളൊക്കെ എല്ലാവരും സഹകരിക്കുന്നുവെങ്കിൽ ഇത് പാലായുടെ 50 വർഷക്കാലത്ത് വരുന്ന 50 വർഷം മുമ്പോട്ടുള്ള 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും മതി. കളക്ടർ തന്നെ പറഞ്ഞു ഇത്രയും മനോഹരമായ ഒരു രീതിയിലുള്ള സ്ഥലം വേറെ ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാകട്ടെ.